യേശു നല്ലവൻ, യേശു വല്ലവൻ, യേശു ദയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, യേശു വല്ലവൻ, യേശു ദയോ എന്നുമുള്ളത്. പേരുവെള്ളത്തിൽ പോലെ സ്തുതിച്ചിടുക യേശുവിൻ നാമം. പേരുവെള്ളത്തിൽ സ്തുതിച്ചിടുക യേശുവിൻ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത, ഓരോ ഞായറാഴ്ചയും നമ്മൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ തിരുവചനത്തിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് അതിനൊരു ഹെഡിങ് ഞാൻ കൊടുത്തിരിക്കുന്നത് ക്രിസ്തുവും കിണറും എന്നുള്ളതാണ്. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, ഇത്രയും സമയം കർത്താവിനെ പാടി ആരാധിക്കുവാൻ തക്കോണം ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപയ്ക്കാൽ സ്തോത്രം. വചനം നിൻ്റേത്, ഞങ്ങളും നിൻ്റേത്. കർത്താവേ, ഇതിൽ മറിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മർമ്മങ്ങൾ ഇന്ന് പ്രസ്താവിക്കുവാൻ തക്കോണം കർത്താവ് അടിയനെ ശക്തീകരിക്കണമേ, അതരത്തെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവെ അത് അനുഗ്രഹപ്രദമായി തീരുവാൻ, യേശുവിലുള്ള വിശ്വാസമായി പരിണമിക്കാൻ, നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ, ശത്രുവാകുന്ന സാത്താനെ ജയിക്കുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണം. അടിയൻ്റെ കുറവുള്ളവർക്കത് കൽവറിക്കുരിശിലടിനെ മറിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കിണർ എന്നൊരു വാക്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, വേനൽക്കാലമാകുമ്പോൾ പലരുടെയും കിണർ വറ്റും. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് പലരും അനുഭവപ്പെടും. വേനൽക്കാലത്താണ് അനേക കിണറുകളൊക്കെ കുഴിക്കുന്നത്. ചിലർക്ക് ദൈവകൃപയാൽ വെള്ളം കിട്ടും, ചിലർക്ക് ലഭിക്കില്ല. 2, 3, 4 കിണർ കുഴിച്ച ആൾക്കാരൊക്കെയും ഉണ്ട്. അപ്പം ഒരിക്കലും പറ്റാത്ത വെള്ളമുള്ള കിണറുള്ള ഒരു പുരയിടം വിൽക്കാനുണ്ടെന്ന് കേട്ടാൽ അതിന് ഡിമാൻഡാണ്. കാരണം എല്ലാവരും ആദ്യം ചോദിക്കുന്നത് 12 മാസവും ഒരുപോലെ വെള്ളം കിട്ടുന്ന കിണറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം കിണറെന്ന് പറയുന്നത് ഭൗതികമായ ഒരു അനുഗ്രഹമാണ്. എന്നാൽ ആത്മീയത്തിൽ ഈ കിണറിൻ്റെ പ്രസക്തി എന്താണ്? ഇവിടെ നമ്മൾ വായിച്ചു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ശമരിയക്കാരത്തി സ്ത്രീ യേശു കർത്താവിനോട് പറയുകയാണ്, കിണർ ആഴമുള്ളതാണ്, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചല്ലോ അല്ലേ? 4-11-12 വാക്യങ്ങൾ ആയി. അവിടെ ശമരിയക്കാരത്തി സ്ത്രീ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്. ഇപ്പം 10-ാമത്തെ വാക്യത്തിൽ ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദാനം ആരാണെന്ന് നീ അറിയുകയും നീ അവനോട് ചോദിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവൻ നിനക്ക് ജീവനുള്ള വെള്ളം കുടിക്കുവാൻ തരുമായി. അപ്പം അതിനുശേഷമാണ് സ്ത്രീ കർത്താവിനോട് പറയുന്നത്, കിണർ ആഴമുള്ളതാണ്, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? സിനിമാ പാട്ടിനകത്ത് ഇങ്ങനെ പാടിയില്ലേ, നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു,
നാരീ ഒരു പാത്രം ദാഹജലം നീ എനിക്ക് നൽകൂ. അല്ലേ? യേശുകർത്താവിനോട് യേശുകർത്താവ് പറയുന്നതുമായ ശമരക്കാരത്തി സ്ത്രീ പറയുന്നതുമായ പാട്ടാണ് സിനിമാ ഗാനത്തിലൂടെ നമ്മൾ കേട്ടത്. പുതിയ നിയമത്തിൽ ഒരു കിണറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇനി ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും അധ്യായത്തിൽ കിണറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. എന്നാൽ പഴയ നിയമ ഭാഗത്ത് 10ൽ കൂടുതൽ തവണ കിണറിനെ കുറിച്ച് പറയുന്നു. അതിൽ ഇന്ന് നമ്മൾ 10 കിണറിനെ കുറിച്ച് 10 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കിണറിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് വായിക്കാം. ഹോശയ പ്രവചനം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഹോശയ പ്രവചനം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവൻ തന്റെ സഹോദരന്മാരുടെ ഫലപുഷ്ടിയുള്ളവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും, അവന്റെ ഉറവ പറ്റിയും കിണർ ഉണങ്ങിപ്പോവാൻ തക്കവണ്ണം യഹോവയുടെ കാറ്റ് മരുഭൂമിയിൽ നിന്നും വരും. അവൻ സകല മനോഹര വസ്തുക്കളുടെയും നിക്ഷേപത്തെ കവർന്നുകൊണ്ടുപോകും. അവിടെ പറയുകയാണ്, അവൻ സഹോദരന്മാരുടെ മധ്യേ ഫലപുഷ്ടിയുള്ളവനായിരുന്നാൽ യഹോവയുടെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് വന്നിട്ട് അവൻ്റെ ഉറവ് പറ്റി കിണർ ഉണങ്ങി സകല നിക്ഷേപവും മനോഹര വസ്തുക്കളും ഇല്ലാതാവും. അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ സാക്ഷി അങ്ങ് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ ജീവിതത്തിൽ യഹോവയുടെ കാറ്റ് ജീവിതത്തിലേക്ക് കടന്നു വന്നു. കൊടിയ കാറ്റടിക്കണമേ മധ്യത്തിൽ കൊടിയ കാറ്റടിക്കണമേ, 4 പാടും ചുറ്റി ആടിക്കണമേ. ഇപ്പോൾ ഉന്നതഭാവങ്ങൾ നീലം പരിചാവ, 4 പാടും ചുറ്റി ആടിക്കണമേ. ഇപ്പോൾ ഉന്നതഭാവങ്ങൾ നീലം പരിചാവ, ശക്തിയോടടിക്കുക ദൈവത്തിൻ കാറ്റ്, ശക്തിയോടടിക്കുക ദൈവത്തിൻ കാറ്റ്. ഒതുക നിൻ പ്രിയമക്കൾ മേലിന്ന്, ഒതുക നിൻ പ്രിയമക്കൾ മേലിന്ന്. പാട്ടുകാരൻ പാടി, ഈ കാറ്റ് 4 പാടും ചുറ്റി അടിക്കണം. എന്തിനാണ്? ഉന്നത ഭാവങ്ങൾ നിലംപരിച്ചാണ്. എൻ്റെ ജീവിതത്തിൽ മുമ്പേ നമ്മൾ വായിച്ചതായ യഹോവയുടെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് വന്ന് അത് എൻ്റെ ജീവിതത്തിലെ കിണറുണങ്ങി സകല നിക്ഷേപവും മനോഹര വസ്തുക്കളും ഇല്ലാതാകുന്ന രീതിയിൽ ഈ കാറ്റടിച്ചു. എല്ലാം തകർന്നു തരിപ്പണമായി നിങ്ങൾക്കറിയാം. ഇവിടെ ആ പാട്ടുകാരൻ പാടിയതുപോലെ അന്ന് വരെയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഉന്നത ഭാവം മുഴുവനായും മാറി. 101-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം നമുക്കറിയാം. ഉന്നത ഭാവത്തെക്കുറിച്ച്, നിഗള ഹൃദയത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നതായ ഭാഗം. 101-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. കൂട്ടുകാരനെ കുറിച്ച് ഏഷ്യ പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, ഉന്നത ഭാവവും നിഗള ഹൃദയമുള്ളവനെ ഞാൻ സഹിക്കുകയില്ല. ഉന്നത ഭാവവും നിഗള ഹൃദയമുള്ളവനെ ഞാൻ സഹിക്കുകയില്ല. ഈ നിഗള ഹൃദയം പുറമേ ചിലപ്പം എന്നെ കണ്ട തോന്നിയെന്ന് വരത്തില്ലായിരുന്നു. ഞാൻ അറിയാതെ തന്നെ എന്നിൽ ഉണ്ടായതാണ് നിഗള ഹൃദയം. ഞാൻ വിവാഹം കഴിഞ്ഞ് കർത്താവ് ഞങ്ങൾക്ക് 2 മക്കളെയൊക്കെ തന്ന് അതിനുശേഷം 31 വയസ്സാകുന്നതിന് മുന്നേ വീട് വെച്ച് മാറി താമസിച്ച് ഈ കാണുന്ന ഈ 44 സെൻറ്റ് സ്ഥലമൊക്കെ മേടിക്കുവാൻ കടമാണ്. ഇതെല്ലാം മേടിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത് മേടിച്ചതിൻ്റെ പിറ്റേ വർഷം മേടിച്ച വിലയുടെ 10 ഇരട്ടി വിലയും കൂടി. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഈ കൊച്ചു പ്രായത്തിൽ വീട് വെച്ചു, സ്ഥലമൊക്കെ മേടിച്ചു. ഉള്ളിലെന്ത് വന്നു? നിഗളം. ഇങ്ങനെയാണ് ഇന്നും നമ്മൾ പോലും അറിയാതെ തന്നെ നിഗളം കടന്നു വരും. നമ്മുടെ സൗന്ദര്യത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ പണത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ വരുമാന മാർഗത്തിൽ, പല കഴിവിൽ
നമ്മൾ അറിയാതെ തന്നെ ഞാൻ ഏതാണ്ട് സംതിങ് ആണ്, എനിക്ക് ഏതാണ്ട് കഴിവുണ്ട്, ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ കേമനാണ്, മിടുക്കനാണ്, ഇങ്ങനെയൊക്കെയുള്ളതായ ഉന്നത ഭാവങ്ങൾ നിഗള ഹൃദയം ഞാനും നിങ്ങളും അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ സാത്താൻ സൃഷ്ടിക്കും. നമ്മൾ പോലും അറിയത്തില്ല. നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞില്ലേ, ഉള്ളിലാ പറഞ്ഞത്, വെളിയിൽ ആരും കേട്ടില്ല. ഞാൻ എൻ്റെ ധനമാഹാത്മ്യം കൊണ്ട് പണിത മഹതിയ ബാബേലല്ലയോ എന്നാണ് പറഞ്ഞത്. ഉള്ളിൽ പറഞ്ഞത് കർത്താവ് അറിഞ്ഞു. ഉടനെ നെബൂഖദ്നേസർ രാജാവിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അവൻ കാളയെപ്പോലെ പുല്ല് തിന്നുന്നവനായി 7 കാലം അവൻ കണ്ടെത്തി പോയി കിടക്കേണ്ടതായിട്ട് വന്നു. മനസ്സിലായി? എൻ്റെ ജീവിതത്തിൽ 7 കാലം കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ സുബോധം കടന്നു വരുവാനിടയായത്. 1999 നവംബർ മുതൽ 2006 നവംബർ വരെയും 7 കാലം കഷ്ടകാലമായിരുന്നു. ഞാനിന്ന് പറയും, ആ ഉന്നത ഭാവം മാറുവാൻ തക്കവണ്ണം യഹോവയുടെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് വന്ന് ഉറവ് പറ്റി കിണറുണങ്ങി സകല നിക്ഷേപവും മനോഹര വസ്തുക്കളും ഇല്ലാതായത് ഏറ്റവും വലിയ ഭാഗ്യമായി. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം എടുക്കേണ്ട 5-ന്റെ 25-26 വാക്യങ്ങളിൽ 12 വർഷമായി ബ്ലീഡിങ് വന്ന അനേക ഡോക്ടേഴ്സിനെ കണ്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടും ഒട്ടും ഭേദം വരാതെ പരവശയായ സ്ത്രീയെക്കുറിച്ച്. അവളുടെ നിക്ഷേപം കടന്നുകൊണ്ട് പോയില്ലേ? പല രീതിയിലാണ് ഈ കിഴക്കൻ കാറ്റ് കടന്നു വന്നിട്ട് എൻ്റെ നിങ്ങളുടെ നിക്ഷേപങ്ങൾ കവർന്നുകൊണ്ട് പോകുന്നത്. ചിലർക്ക് രോഗമാകാം, ചിലർക്ക് കേസ് കെട്ടുകളാകാം, ചിലർക്ക് ബിസിനസ് ഫെയിലിയർ ആകാം. എങ്ങനെയാണെന്ന് ആർക്കും അറിയത്തില്ല. എന്നാലോ ഒന്നാമതായി നമ്മൾ കണ്ടു, കിണർ ഉണങ്ങി സകല നിക്ഷേപവും മനോഹര വസ്തുക്കളും ഇല്ലാതാകുന്ന അവസ്ഥ. വീണ്ടും നമുക്ക് വായിക്കാം സദൃശ്യവാക്യങ്ങൾ 25-ാം അധ്യായം 26-ാമത്തെ സദൃശ്യവാക്യങ്ങൾ. കൂടെ പറയാണ്, ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറിനും മലിനമായ ഉറവിനും സമം. ഇവിടെ കണ്ടല്ലോ, ദുഷ്ടന്റെ മുന്നിൽ കുലുങ്ങിപ്പോയ നീതിമാൻ. നമ്മളൊക്കെ യേശുക്രിസ്തുവിന്റെ രക്തത്താല് യേശു കർത്താവ് നമ്മളെ കഴുകുമ്പോഴാണ് പാപികളായി നമ്മളെ നീതിമാന്മാരാക്കിയത്. അതിനാണ് നമ്മളെന്നും യേശു കർത്താവിന്റെ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ നമ്മളെ ഈ ദുഷ്ടൻ, ഈ ലോകം മുഴുവൻ ഈ ദുഷ്ടനായ സാത്താന്റെ അധീനതയിൽ കിടക്കുമ്പോൾ നമ്മളെ നിരാശപ്പെടുത്താൻ, നമ്മളെ ഭാരപ്പെടുത്താൻ, നമുക്ക് വിഷാദം കൊണ്ടുവരുവാൻ, നമുക്ക് സങ്കടങ്ങൾ കൊണ്ടുവരുവാൻ എന്ത് ചെയ്യും? ഈ സാത്താൻ മാക്സിമം പ്രവർത്തിക്കും. എന്നാൽ ഇവിടെ കണ്ടില്ല, ദുഷ്ടന്റെ മുന്നിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറിനും മലിനമായ ഉറവിനും സമം. കലങ്ങിയ കിണറാണ്. നമുക്കറിയാം, നമുക്ക് നല്ല ശുദ്ധവെള്ളം കിട്ടുന്ന കിണർ നമ്മൾ ഒരു ദിവസം രാവിലെ വെള്ളം കോരാൻ ചെല്ലുമ്പോൾ കലങ്ങിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം തോന്നുമോ? ഇല്ല, ഭയങ്കര സങ്കടം തോന്നും. അയ്യോ, ഇതെങ്ങനെയാണ് ഇത് കലങ്ങിയത്, എന്ത് പറ്റി അല്ലേ? അവിടെ പറഞ്ഞ മലിനമായ ഉറവ്. അപ്പം ഇതൊക്കെയും എന്താണ് അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ? എന്താണ്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ കലങ്ങിയ കിണറിനും മലിനമായ ഉറവിനും സമമായി നമ്മൾ ഈ ദുഷ്ടനാകുന്ന പിശാച് മാറ്റും. ഇന്ന് അനേകം ആളുകൾ, എനിക്കറിയാം, നല്ലവരായ അനേകം ആളുകൾ 1-ാം സങ്കീർത്തനം 1-ാം വാക്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവരും ദുഷ്ടന്റെ മുന്നിൽ കലങ്ങിപ്പോയ നീതിമാൻ, ദുഷ്ടന്റെ മുന്നിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറിന് സമമായി മാറുകയാണ്. 1-ാം സങ്കീർത്തനം 1-ാം വാക്യം എന്താണ്? ദുഷ്ടന്റെ ആലോചന പ്രകാരം നടന്നാൽ, പാപികളുടെ വഴിയിൽ നിന്നാൽ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരുന്നാൽ. ഇന്ന് എത്രയോ ആളുകൾ ഇപ്രകാരം ജീവിക്കുന്നുണ്ട്. സുറിയാനി ക്രിസ്ത്യാനികളെ എത്രയോ ആളുകൾ ഇങ്ങനെ ഇല്ലേ, അവരവരുടെ സിറ്റി, അവരുടെ ജംഗ്ഷനിൽ അവർ ലോക്കൽ പീപ്പിൾസ് എല്ലാം കൂടി ഇരുന്ന് മറ്റുള്ളവരെ കുറിച്ചൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ന്യൂസ് അപ്ഡേറ്റ് ആയിട്ട് അറിയണമെങ്കിൽ അവരോട് ആരോടും ചോദിച്ചാൽ മതി. ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തകൾ വല്ലതും ഉണ്ടോ? എവിടെയെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ വഴക്ക് പിടിച്ചോ, ആരെങ്കിലും പണങ്ങിപ്പോയോ, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ന്യൂസ് കിട്ടും. അപ്പം അവരിരുന്ന് ചർച്ച ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ്. അവിടെ എന്താ? ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കുക,
പാപികളുടെ വഴിയിൽ നിൽക്കുക, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക. ഞാനൊക്കെയും അങ്ങനെ ജീവിച്ചിരുന്നൊരു കാലമുണ്ട്. ബികോമിന് പഠിച്ചിരുന്ന സമയത്ത് ഈവനിങ്ങിൽ പോയി ജംഗ്ഷനിൽ പോയി 8 മണി വരെയും അവിടെ ഇരിക്കും. പ്രാർത്ഥനയില്ല, വേദോത്സവ വായനയില്ല, ഞായറാഴ്ച പള്ളിയിൽ പോക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ ദുഷ്ടന്റെ ആലോചന അവിടുന്ന് കിട്ടും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ചിലരൊക്കെ വന്ന് അവരുടെ ജീവിതത്തിലെ വിജയങ്ങളൊക്കെ പറയും. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ജോലിയൊക്കെ കളഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചത്. നല്ല കാലത്ത് 10 പൈസ ഉണ്ടാക്കിയിടണം അല്ലേ? പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചു? ദുഷ്ടന്റെ ആലോചന പ്രകാരം നടന്നാൽ ഇന്നും ചിലപ്പോൾ നമ്മളൊക്കെ ചിലരോട് ഇന്ന് അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് അത് ദുഷ്ടന്റെ ആലോചനയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. നമുക്ക് പോലും അറിയത്തില്ല. നമ്മളെപ്പോഴും നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു കർത്താവിന് ജീവിക്കുകയാണ്. ദൃഷ്ടി എൻ്റെ മേൽ ഇഷ്ടമായി നോക്കൂ, എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന ദൈവത്തിന്റെ ആലോചനയോ നമ്മിൽ നിവൃത്തിയാവും. ഓരോ വ്യക്തികളെ കുറിച്ചും ഈ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ കർത്താവ് ആലോചന പറഞ്ഞു തരും. കർത്താവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയായിരുന്നു ഞാനൊരു ഉപദേശിയാകണമെന്ന്. ഞാൻ ഏറ്റവും വെറുത്തൊരു സംഗതിയാണ് വേദപുസ്തകം പിടിച്ചുകൊണ്ട് അനേകരുടെ അടുത്ത് ഉപദേശിക്കുന്നത്. ഏറ്റവും വെറുത്തൊരു ഭാഗമാണ്. എന്നാൽ അത് തന്നെ സ്വർഗത്തിലെ ദൈവം എന്നെ എന്ത് ചെയ്തു? എൻ്റെ എല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ട് അത് തന്നെ ചെയ്തു. എന്നാൽ ഇനി ഇതിൽ നിന്ന് മാറത്തില്ല. കാരണം അനേക ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നു, പാപികളുടെ വഴിയിൽ നിന്നും പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരുന്നു. ഇനിയും ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാനെ പോലെ കലങ്ങിയ കിണറാകാൻ താല്പര്യമില്ല. ഇന്നും അനേക ജീവിതത്തിൽ കലങ്ങിയ കിണറിന്റെ അനുഭവം എന്തുകൊണ്ടാണെന്ന് വരുന്നെന്ന് അറിയാമോ? ഞാനും നിങ്ങളും ഇത് ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കണം, വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പം ആ വചനം ധ്യാനിക്കുമ്പോൾ അവൻ ചെയ്യുന്നതൊക്കെയും ഇനി 3-ാമത്തെ അവസ്ഥയിലേക്ക് വരാം. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം 7-8 വാക്യം. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം 7-8 വാക്യം. കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ അതിലെപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നു. നീക്കട്ടെ, അവിടെ പറയാണ് കിണറിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ എപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നു. ഇത് മനസ്സിലായി? നമ്മൾ പോലും അറിയില്ല. ഓരോ ദിവസങ്ങളും ഇതുവരെ കേൾക്കാത്ത രീതിയിലാണ് ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കേൾക്കുന്നത്. ആ ഒരു വ്യക്തി അങ്ങനെയൊക്കെ പറഞ്ഞോ, അങ്ങനെയൊക്കെ പ്രവർത്തിച്ചോ, അങ്ങനെയൊക്കെ ചെയ്തോ. ഇവിടെ എന്താ പറഞ്ഞത്? കിണറിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ എപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കും. നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പുതിയ ദുഷ്ടത ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അടുത്ത വാക്യം, ആ പുതിയ ദുഷ്ടത എന്തൊക്കെയാണ്? സാഹസം, കവർച്ച. എന്റെ മുമ്പിൽ എപ്പോഴും ദീനവും മുറിവും മാത്രമേ ഉള്ളൂ. യെരൂശലേമേ, എന്റെ ഉള്ളം തന്നെ വിട്ടു പിരിയാതെ ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെ ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. അവിടെ പറയുകയാണ്, അതിലെപ്പോഴും സാഹസം, കവർച്ച, ദീനം, മുറിവ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നുണ്ടോ? സാഹസങ്ങൾ അല്ലേ? യവനക്കാര് അല്ലേ, ബൈക്കൊക്കെ ഒറ്റവീലെ പൊക്കി നടക്കുക അല്ലേ, സാഹസങ്ങൾ എടുക്കുക, റിസ്ക് എടുക്കുക, കവർച്ച നടക്കുക അല്ലേ, ഭവനഭേദനം അല്ലെ, മോഷണങ്ങൾ നടക്കുക, ദീനം, മുറിവ്. ഇതൊക്കെ കിണറിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ എപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നു. എന്നിട്ട് അവിടെ പറയാം, ദൈവം നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതിരിക്കാൻ കർത്താവിൻ്റെ ഉപദേശം കൈക്കൊള്ളുക. ഈ ഉപദേശം ഞാനും നിങ്ങളും കേട്ട് കൈക്കൊള്ളുകയാണെങ്കിൽ പല കാര്യങ്ങളും കണ്ണേ കൊള്ളേണ്ടത് പുരികത്തെ കൊള്ളുന്നത് പോലെ മാറിപ്പോവും. ഇതുകൊണ്ട് ഈ ഉപദേശം കേൾക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല. കാര്യം ഞാനും നിങ്ങളും പോലും അറിയാതെ സാത്താൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന കെണികൾ നമ്മുടെ കർത്താവ് കണ്ട് കർത്താവ് എന്ത് ചെയ്തു? അത് മാറ്റിത്തരികയാണ്.
കർത്താവ് ആലോചന പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഒരു കർത്താവിനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞ സാക്ഷ്യത്തില് ഇന്ന് കർത്താവ് പിടിപ്പിച്ചില്ലേ? യിരെമ്യാപ്രവചനം 6-ാം അധ്യായം നോക്കിക്കുക. അനേകർക്ക് ഈ ഉപദേശം കൈക്കൊള്ളുവാൻ സാധിക്കാത്തതിന്റെ കാരണം എന്താണ്? യിരെമ്യാപ്രവചനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടോ? അവരുടെ ചെവിക്ക് പരിശോധന ഇല്ലായ്യാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്നെ അയക്കുന്നു, അവർക്കതിൽ ഇഷ്ടമില്ല. അവിടെ പറയുകയാണ്, അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായ്കയാൽ ശ്രദ്ധിക്കുവാൻ പാടില്ല. നമ്മൾ കൂട്ടായ്മയിൽ വന്നിരുന്നാലും നമ്മുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലെങ്കിൽ എന്ന് എന്നതാ പറഞ്ഞത്, എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് ചിലപ്പം പറയല്ലേ, എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പം പരിച്ഛേദന, ചെവിയുടെ പരിച്ഛേദന ഇതുവരെയും കിട്ടാത്ത ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ ചെവിയുടെ പരിച്ഛേദന തരാൻ സ്വർഗത്തിലെ ദൈവത്തോട് പറയണം. ആവർത്തന പുസ്തകം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 30-ാം അധ്യായം. അതിൻ്റെ ഈ പരിച്ഛേദന, ഹൃദയത്തിൻ്റെയൊക്കെ പരിച്ഛേദന കിട്ടിയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യമാണോ? അല്ലല്ല, 6-ാം വാക്യം. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിശോധന ചെയ്യും. അവിടെ പറയുകയാണ്, നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിശോധന ചെയ്യും. അപ്പം അവിടെ തന്നെ നമുക്ക് ദീർഘായുസ്സ് ഉറപ്പാണ്. പക്ഷെങ്കിൽ അവിടെ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കും. നമ്മളൊക്കെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, അതുകൊണ്ടാണ് നിങ്ങളെല്ലാം അവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, നമ്മുടെ കർത്താവ് പറഞ്ഞ പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നു. പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണമെങ്കിൽ കർത്താവിനെ കൊണ്ട് നമ്മുടെ ഹൃദയം, നമ്മുടെ മക്കളുടെ ഹൃദയം, നമ്മുടെ ചെവിയും നമ്മുടെ മക്കളുടെ ചെവികളും പരിച്ഛേദന ചെയ്യണം. ഇന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെയും ചെവിയുടെയും പരിച്ഛേദന നീ നടത്തി തരണം. അപ്പോസ്തല പ്രവൃത്തി അവിടെ പണ്ട് നമ്മൾ മുമ്പ് യിരെമ്യാ 6:10 അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായ്കയാൽ അവർക്ക് ദൈവവചനം ഉപദേശം ശ്രദ്ധിക്കുവാൻ കഴിയില്ല. ദൈവവചനം അവർക്ക് നിന്നയും അവർക്ക് ഇഷ്ടവുമില്ല. എന്ന് അനേകം ആൾക്കാർ അങ്ങനെയാണ്. കാരണം ഇവിടെ നമ്മൾ ഒരു തെറി പറയുന്നില്ല, ഒരഴുക്ക് പറയുന്നില്ല, തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല, ഇല്ലേ? നമ്മുടെ ബൈബിളിൽ നമ്മൾ വിശ്വസിക്കുന്ന സത്യവേദപുസ്തകത്തിലെ ഒരു 10-25-30 വാക്യങ്ങൾ അത് കുഞ്ഞു പിള്ളേർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെങ്കിൽ ഈ വചനം പ്രമാണിച്ചാൽ അതനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം കേട്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ കേട്ട ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പം അനേകം ആൾക്കാർക്ക് ഈ ദൈവവചനം നിന്നയാണ്. ഈ ദൈവവചനം കേൾക്കുന്നതിൽ അവർക്ക് എന്തില്ല, ഇഷ്ടമില്ല. ചിലപ്പോൾ ആരുടെയെങ്കിലും നിർബന്ധത്തിനായിരിക്കും വരുന്നത്. അങ്ങനെ വന്നിട്ടൊന്നും കാര്യമില്ല. ഇതിൽ ഇഷ്ടപ്പെടണം, അല്ലേ? 1-ാം സങ്കീർത്തനത്തിൽ എടുക്കണ്ട, അവിടെ പറയുന്നില്ലേ, ദൈവത്തിന്റെ ന്യായപ്രമാണമെന്ന വചനത്തിൽ സന്തോഷിച്ച് ആ രാപകൽ അതിനെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവൻ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമുക്ക് ഈ വചനം എന്ന് പറയുന്നത് ബോറൽ പരിപാടിയാണ്. നമുക്ക് ഈ വചനം 1 മണിക്കൂർ വായിച്ചാൽ നമുക്ക് വായിക്കോട്ടാ വരും, തലയ്ക്ക് മാന്ദ്യം വരും, ഇല്ലേ? കാര്യം ഇത് ബോറൽ പരിപാടിയാണ്. ഇതിൽ ഇഷ്ടപ്പെടണം. കർത്താവെ, ഈ വചനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തി തരണം. ഇത് ചെവിക്കും ഹൃദയത്തിനും പരിശോധന കിട്ടിയാൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 51-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 51-ാമത്തെ വാക്യം. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. അവിടെ സ്തെഫാനോസ് സഹത ആദ്യത്തെ പ്രസംഗമാണ്. ഇടവക്കാരോടാണ് പ്രസംഗിക്കുന്നത്. എന്താ പ്രസംഗിച്ചത്? ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്ത ഏവരുമേ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരിശുദ്ധാത്മാവിനോട് ചിലപ്പോഴൊക്കെ എന്നാണോ?
പരിശുദ്ധാത്മാവിനോട് എല്ലായ്പ്പോഴും മറുത്തു നിൽക്കും. ഇതിൽ കൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നും സുറിയാനി ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന അനേകം ആൾക്കാർക്കും ചെവിക്കും ഹൃദയത്തിനും പരിച്ഛേദന ഇല്ല എന്നുള്ളത് ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലാവും. കാരണം അവരെയൊക്കെ ദൈവവചനത്തിലേക്ക് വിളിക്കുമ്പോൾ അവർ പറയും ഇന്നൊക്കത്തില്ല, നാളെ ഒക്കത്തില്ല, പിന്നാട്ടെ എന്നൊക്കെ പറയും. കാര്യം എന്തുകൊണ്ടാണെന്നറിയാമോ? ചെവിക്കും ഹൃദയത്തിനും പരിച്ഛേദന കിട്ടിയവര് അവരിങ്ങനെ കൂട്ടായ്മ എവിടെയാണ്, വചനം എവിടെയാണ്, അവർ പ്രാർത്ഥിക്കും, കർത്താവേ ഒരു കൂട്ടായ്മ പോലും മുടങ്ങാതെ ആ സത്യവചനം, ജീവനുള്ള വചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കാര്യം പിശാച് എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവനാണ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്ത സ്തേഫാനോസ് സഹോദരന്റെ ഇടവാക്കാർ സ്തേഫാനോസ് സഹോദരന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു. ചെവിക്കും ഹൃദയത്തിനും അന്ന് ഈ സ്തേഫാനോസ് സഹോദരനെ കല്ലെറിയുമ്പോൾ ഈ സ്തേഫാനോസ് സഹോദരയുടെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട് ശൗൽ അവിടെ ഇരിപ്പുണ്ട്. ന്യായപ്രമാണം മുഴുവനും ഗമാലിയേലിന്റെ കീഴിലിരുന്ന് പഠിച്ചവൻ അവിടെ ഇരിപ്പുണ്ട്. ആ ശൗലിന് പോലും എന്തില്ലായിരുന്നു? ഹൃദയത്തിനും ചെവിക്കും പരിശോധനയില്ലായിരുന്നു. ഇന്ന് ഹൃദയത്തിന് ചെവിക്കും പരിശോധന കിട്ടിയെങ്കിൽ അതിൽ സന്തോഷിക്കണം. ലോകപരമായി ഞാനും നിങ്ങളും ഒന്നും നേടിയില്ലെങ്കിലും, മക്കൾക്ക് വേണ്ടി ഒന്നും മാറ്റി വെച്ചിട്ടില്ലെങ്കിലും, എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഏറ്റുമെങ്കിൽ, നമ്മുടെ സന്തതി പരമ്പരയ്ക്ക് ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഏറ്റുമെങ്കിൽ ഒന്നും പേടിക്കേണ്ട. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇന്നിവിടെ ബൈക്ക് പാടിയ പാട്ടില്ലേ, 287 പാട്ട്, അവിടെ എത്ര കാര്യങ്ങളാ പാടിയതില്ലേ? പാഴ്ചിലവുകൾ മാറ്റിത്തരും അല്ലേ, കടഭാരങ്ങൾ മാറ്റിത്തരും അല്ലേ, സമാധാനമുള്ള ജീവിതം തരും, വീട്ടിൽ എല്ലാവർക്കും സൽസ്വഭാവം തരും അല്ലേ. ആ പാട്ട് പാടിയപ്പം വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഇവിടെ 6:35 മുതൽ 6:30 വരെ 3 പാട്ടുകളിലൂടെ പാടും. പക്ഷേ പലർക്കും വരാൻ സമയമില്ല. വന്നെത്തുമ്പോഴേക്കും സമയം പോകും. കാരണം ആ 1-2 നിന്ന് പാടാമോ? അടുത്തിരിക്കുന്നവർ 287 പാഠപുസ്തകത്തിലെ പുതിയ പുസ്തകത്തിലെ ഒന്ന് പാടിക്കൂ. 2 മൈക്കിനകത്തോടെ പാടാമോ? 1-2 വാക്കി ഒന്ന് പാടിക്കൂ. എനിക്കെന്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാൻ അവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്, യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ, ശാപത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും, നിമ്മയിൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ, ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ, പാഴ്ചിലവുകളെ നീക്കിത്തരും, ഇല്ലായ്മകളെ മാറ്റിത്തരും, വരുമാന മാർഗങ്ങൾ തുറന്നു തരും, യേശു മതിയായവൻ, എനിക്കൊരു ഭവനം പണിതു തരും, ഹൃദയത്തിനാഗ്രഹം നിറവേറ്റിടും, പുതിയ വഴികളെ തുറന്നു തരും, യേശു മതിയായവൻ, സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളാക്കി തീർത്തിടും, യേശു മതിയായവൻ, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്, യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ
14-15 വാക്യങ്ങളിലേക്ക്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-15 വാക്യം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്നുത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരയണം എന്ന് പറഞ്ഞു. ഭയങ്കര സ്മാർട്ടാ പറഞ്ഞത് വല്ലതും മനസ്സിലായി. കർത്താവേ, ആ ജീവനുള്ള എനിക്ക് വേണം. അപ്പം കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാർ. ഈ ശമരിയക്കാരത്തി സ്ത്രീക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്കുണ്ട് 5 ഭർത്താക്കന്മാർ. പഞ്ചേന്ദ്രിയങ്ങൾ, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി, കണ്ണ്, പഞ്ചേന്ദ്രിയങ്ങൾ. ഇപ്പോഴുള്ളവരാണ് നിന്റെ ഭർത്താവ്. ഇപ്പോൾ നമുക്ക് വേറൊരു പുതിയ ഭർത്താവുണ്ട്, മൊബൈൽ ഫോൺ. ആ ഭർത്താവുമായിട്ടാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഈ 5-6 ഭർത്താക്കന്മാർ നമുക്കില്ലേ? അപ്പം അത് സമ്മതിച്ച് കഴിയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരുന്ന ജീവനുള്ള വെള്ളം എനിക്ക് നിങ്ങൾക്കും കുടിപ്പാൻ തരും. അപ്പം ഇവൾ പറയുകയാണ്, കർത്താവെ, എനിക്ക് ആ വെള്ളം വേണം. അവിടെ എന്താ പറഞ്ഞത്? ആ വാക്യം 15-ാമത്തെ വാക്യം. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെ ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെ ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരയണം എന്ന് പറഞ്ഞു. ഞാൻ കോരുവാൻ ഇത്രത്തോളം വരാതെ. ഞാൻ ഈ വചനം ചിന്തിച്ച് മാനിങ്ങനെ കൊടുക്കാം. ജോയിയൊക്കെ 15 കിലോമീറ്റർ, അച്ചൻകുഞ്ചാൻ 15 കിലോമീറ്റർ, ജിത്തുമൊക്കെ 15 കിലോമീറ്റർ. അതിൽ കുറവാണ് ബാക്കിയുള്ളവരെല്ലാം. ഇവിടെ വന്ന ദൈവമക്കളെല്ലാം 15 കിലോമീറ്റർ യാത്ര ചെയ്തു. ശരിക്കും കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഈ നേരത്തെയൊക്കെ വരണമെങ്കിൽ അവർ അവിടെ നരമുക്കാൽ മണിക്കൂർ മുന്നേയൊക്കെ ഇറങ്ങണം. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഞാനും ഓർത്തിട്ടുണ്ട് അല്ലേ, ഇത്ര ദൂരമൊക്കെ പോയി ആ സ്വന്തമായിട്ട് ഈ വെള്ളം ഇത്രത്തോളം വരാതെയും എനിക്ക് ദാഹിക്കാതെയും ഇരിക്കുകയാണ്. അപ്പം അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ജീവനുള്ള വെള്ളം കർത്താവ് കിണറിലൂടെ തരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ വേഗത്തിൽ പറയാം. ഒന്ന്, യെരമ്യാ പ്രവചനം 2:13. യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 13-ാമത്തെ. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അവിടെ പറയാണ്, യേശു ക്രിസ്തുവാകുന്ന ജീവജല ഉറവയെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കുന്നത് ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? നിർത്തണം. ഞാൻ ഓർക്കുകയാണ്, 38 വയസ്സുവരെയും എൻ്റെ ജീവിതത്തിൽ അത് തുടർമാനമായി പൊട്ടക്കിണറുകളെ, ആത്മീയമായി പൊട്ടക്കിണറുകളെ, അവിടെ യെരമ്യാ പ്രവാചകനോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, എൻ്റെ ജനം 2 ദോഷം. ഒന്ന്, ജീവജല ഉറവയാകുന്ന കർത്താവിനെ ഉപേക്ഷിച്ചു. അതാണ് 1-ാമത്തെ ദോഷം. 2, അവരെന്ത് ചെയ്തു? വെള്ളമില്ലാത്ത പൊട്ടക്കിണർ. ഇന്നും വെള്ളമില്ലാത്ത പൊട്ടക്കിണർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ജീവനുള്ള യേശു ക്രിസ്തു. നമ്മുടെ പിതാക്കന്മാർ പാടി, പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയവനെ. ആ ജീവനുള്ള ക്രിസ്തുവിനെ വിട്ടിട്ട് മരിച്ചുപോയവരുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുക. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണർ കുഴിക്കുന്ന പരിപാടിയാണ്. ഇന്ന് ആ പൊട്ടക്കിണർ കുഴിക്കുന്ന പരിപാടി നിർത്തിയ ദൈവമക്കൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുക. യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യം. യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യം. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണന്മാർ എന്നെ അറിഞ്ഞില്ല. ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ ബാൽമുഖാന്തരം പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവരോട് ചേർന്ന് നടന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് വ്യവഹരിക്കും, നിങ്ങളുടെ മക്കളുടെ മക്കളോടും ഞാൻ വ്യവഹരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ വ്യക്തമായിട്ടാണ് പറയുന്നത്. യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. എന്താണ്? യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല,
ഏതെങ്കിലും ദേവാലയത്തിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇന്ന് നമ്മുടെ നടുവിൽ യേശുക്രിസ്തു കടന്നു വന്നിട്ടുണ്ടെന്ന്? അനേകരോട് ഊന്നൽ കൊടുത്തിട്ടുണ്ടോ? 2-3 പേർ യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ യേശു വരുമെന്ന്. കാരണം യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണത്തിന്മാർ കർത്താവിനെ അറിഞ്ഞില്ല, ഇടയന്മാർ കർത്താവിനോട് അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. ഇന്ന് എല്ലാവർക്കും പ്രവചനം ഇഷ്ടമാണ്, ഭാവിയെക്കുറിച്ച് കേൾക്കുന്നത് ഇഷ്ടമാണ്, എന്നിട്ട് പറയാണ് പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് വ്യവഹരിക്കും, നിങ്ങളുടെ മക്കളുടെ മക്കളോട് ഞാൻ വ്യവഹരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ 11-ാം വാക്യം, ഒരു ജാതി തന്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവ ദേവന്മാരല്ല താനും. എന്നാൽ എന്റെ ജനം തന്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. അപ്പം ഒരു ജാതിയിൽ പോലും അവരുടെ ദേവന്മാരെ അവർ ഒരിക്കലും മാറ്റത്തില്ല. എന്നാൽ ക്രിസ്തീയ കോളത്തിൽ എന്താണ്? പുതിയൊരു ദേവൻ അവതാരം ചെയ്താൽ ആ പുതിയ ദേവന്റെ അടുക്കലേക്ക് ജനം ഓടുകയാണ്. അവിടെ ഭയങ്കര അത്ഭുതമാണ്. അപ്പം നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എവിടെയാണ് ഏതെങ്കിലും അത്ഭുതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകുന്നെങ്കിൽ നമ്മളിങ്ങനെ ഓരോ അവിടെയും കൂടെ പോയി ഒന്ന് നൊവേന നോക്കാം, അവിടെയും കൂടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം, അവിടെയും കൂടെ പോയി മെഴുകുതിരി കത്തിച്ച് നോക്കാം. ചില ആളുകളൊക്കെ പറയാറില്ലേ, ഞങ്ങളിനി പോകാത്തോടെ ഓരോ എല്ലായിടത്തും നോക്കി. ഒരു ജാതി പോലും അവരുടെ ദേവനെ മാറ്റാത്തടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ദേവനെ കുറിച്ച് കേട്ടാൽ അങ്ങോട്ട് ഓടിക്കുക. ഞാൻ ഈ കുട്ടിച്ചാത്തൻ്റെ ഇതിന് വരെ പോയിട്ടുണ്ട്. ഞാൻ ശബരിമലയ്ക്ക് പോകാനിരുന്ന, മനസ്സിലായോ? ഒരു കത്തോലിക്കും പറഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോകാനിരുന്ന, കാരണം ഒന്ന് തൊഴുതാൽ മതി, കടങ്ങളൊക്കെ വീടും അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. ഇതൊന്നും അറിയത്തില്ല, ആരും പറഞ്ഞു തന്നില്ല. ഇനി അതിൻ്റെ 27-28 വാക്യങ്ങൾ കൊണ്ടൊന്ന് വെച്ച്, അവർ മരത്തോട് നീ എന്റെ അപ്പനെന്നും കല്ലിനോട് നീ എന്നെ പ്രസവിച്ചോളെന്നും പറയുന്നു. അവർ മുഖാന്തരമല്ല, അവർ മുഖമല്ല, മുതുകത്രേ എങ്ങനെയൊക്കെ തിരിച്ചിരിക്കുന്നത്. എന്നാൽ കഷ്ടകാലത്ത് അവർ നീ എഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയും. നീ ഉണ്ടാക്കിയിട്ടുള്ള നിന്റെ ദേവന്മാർ എവിടെ? കഷ്ടകാലത്ത് നിന്നെ രക്ഷിപ്പാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കട്ടെ. അയ്യോ യഹൂദായേ, നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരും ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ സഭകൾക്കൊക്കെ എങ്ങനെയായി? ഓരോ പട്ടണത്തിനും ഓരോ ദേവന്മാർ. ഇവിടെ പറഞ്ഞു, നീ ഉണ്ടാക്കിയിട്ടുള്ള നിന്റെ ദേവന്മാർ എവിടെ? കഷ്ടകാലത്ത് നിന്നെ രക്ഷിക്കാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവരെഴുന്നേക്കട്ടെ. ഞാനൊക്കെ ഒരു ദേവനെ, ഓർത്തഡോക്സ് സഭയിൽ ഒരു ദേവനെ വിളിച്ചുകൊണ്ടിരുന്ന, എൻ്റെ ജീവിതത്തിൽ കഷ്ടകാലം വന്നപ്പോൾ ആ ദേവൻ എന്നെ രക്ഷിച്ചില്ല. അന്നേരമാണ് നല്ലവനായ ക്രിസ്തുവിനെ അറിയാൻ, ജീവജല ഉറവയാകുന്ന ആ ക്രിസ്തുവിനെ അറിയാനിടയായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? യേശുവാകുന്ന ജീവജല ഉറവയെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത പൊട്ടക്കിണർ കുഴിക്കുന്ന ഞാൻ എന്ത് ചെയ്തു? നിർത്തി. തീറ്റുള്ള സിംഹക്കുഴി പൊട്ടക്കിണർ മരുകു ജയിലറീർച്ചവാളു നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം. രണ്ടാമതായി ഞാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സംഖ്യാപുസ്തകം 21-ാം അധ്യായം 18-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 18-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 18-ാമത്തെ വാക്യം. ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ട് കുഴിച്ച കിണർ. യഹസ്കേൽ 21:10. യഹസ്കേൽ 21:10. യഹസ്കേൽ 21:10. അതെന്റെ മകന്റെ ചെങ്കോൽ. യഹോവയാം ദൈവം പറയുകയാണ്, അതെന്റെ മകന്റെ ചെങ്കോൽ, ദൈവപുത്രന്റെ ചെങ്കോൽ.
45-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവരാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. ചെങ്കോലിനെ കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ടോ? അപ്പൊ രണ്ടാമതായി ഞാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യേശുക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ മകന്റെ ചെങ്കോൽ കൊണ്ട് കിണറ് കുത്തണം. അല്ലേ? നമുക്കറിയാം, കിണറിന് സ്ഥാനം കാണാൻ വരുന്നവരുടെ കയ്യിലൊക്കെ ചില ആയുധങ്ങളൊക്കെ കാണും. അവരതൊക്കെ നോക്കിയാണ് കിണറിന്റെ സ്ഥാനം ചെയ്യുന്നത്. ആത്മീയ കിണർ, വെള്ളമുള്ള കിണർ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കുത്തണം. അതെങ്ങനെ കുത്തണം? യേശുക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ മകന്റെ ചെങ്കോൽ കൊണ്ട് ഞാൻ നിങ്ങളും ആ കിണർ കുത്തണം. ഇന്ന് എനിക്കും നിങ്ങൾക്കും ദൈവപുത്രന്റെ ചെങ്കോൽ, ഈ ചെങ്കോൽ എൻ്റെ നിങ്ങളുടെ കൈകളിൽ സ്വർഗം തന്നിട്ടുള്ളതിനാൽ നമുക്ക് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. അപ്പം അതുകൊണ്ട് ഈ ദൈവപുത്രന്റെ ചെങ്കോൽ കൊണ്ട് എന്ത് ചെയ്യണം? കിണർ കുത്തണം. മൂന്നാമതായി ഞാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സംഖ്യാപുസ്തകം 21:17. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 17-ാം വാക്യം. കിണറെ പൊങ്ങി വാ, അതിന് പാടുവിൻ. അപ്പൊ അവിടെ കണ്ടു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കിണറെ പൊങ്ങി വാ എന്ന് ഞാനും നിങ്ങൾ പാടുക മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 12 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ അവിടെ അനേക കാര്യങ്ങൾ പറയുകയാണ്. എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെ ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഇന്ന് മൊത്തം വായിപ്പിക്കണമെന്നാണ് വിചാരിച്ചത്. 35-ാം വാക്യം വരെ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. അവിടെ ഓരോ കിണർ കുത്തുമ്പോഴും ശത്രുവാകുന്ന പിശാച് എന്ത് ചെയ്യും? ആ കിണറെല്ലാം നികത്തിക്കളയും. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ ദൈവപുത്രന്റെ ചെങ്കോല് കൊണ്ട് ഞാനും നിങ്ങളും കിണർ കുത്താൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുത്തിയതായ അനുഗ്രഹങ്ങളാകുന്ന പല കിണറും ഈ സാത്താൻ നികത്തിയില്ലേ? വീണ്ടും നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വീണ്ടും നമ്മൾ കിണർ കുത്തി. അവിടെ ഏശക്ക്, സിത്തന, രഹോബോക്ക്, ശിബ ഇങ്ങനെ പിന്നെയും കിണർ കുത്തിയതായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കിണർ സാത്താൻ കുത്തിയതോർത്ത് പിന്നെ നിരാശപ്പെട്ട് ദൈവത്തിന്റെ പുത്രന്റെ ചെങ്കോൽ കൊണ്ട് കിണർ കൂടി നിർത്തരുതേ. കാര്യം എന്താണ്? എന്നെയും നിങ്ങളെ മുന്നോട്ട് വിടാതിരിപ്പാൻ, കിണറിന്റെ അനുഗ്രഹങ്ങൾ കിട്ടാതിരിപ്പാൻ സാത്താൻ എന്ത് ചെയ്യും? നമ്മൾ കുത്തിയ കിണറൊക്കെ ഈ ശത്രു അത് മണ്ണിട്ട് നികത്തും. അതുകൊണ്ട് ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? നിരാശപ്പെടാതെ വീണ്ടും 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 ദൈവപുത്രന്റെ ചെങ്കോൽ കൊണ്ട് ഞാനും നിങ്ങളും ഈ കിണർ കുത്തുമ്പോൾ സാത്താൻ അവസാനം എന്ത് ചെയ്യും? ഓടിപ്പോകും. പിശാച് സകല പരീക്ഷയും തികച്ച് ഓടിപ്പോകും. ആ ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം. നിങ്ങൾ പിശാചിനോട് എതിർത്താൽ പിശാച് നമ്മളെ വിട്ട് ഓടി. നാലാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 11 മുതൽ 13. നമ്മൾ വായിച്ചു. അപ്പം അവിടെ പറയുന്നു, ഈ കിണറ് ശമര്യക്കാരത്തി സ്ത്രീ വെള്ളം കോരുവാമെന്ന കിണറ് പിതാവായ യാക്കോബാണ് കൊടുത്തത്. എന്നിട്ട് യേശു കർത്താവ് പറയുന്നുണ്ട്, ഈ കിണറ്റിലെ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെ എന്താ? ഈ ദാഹം ഏത് ദാഹമാണെന്നറിയാമോ? ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇരിക്കുന്ന അച്ഛൻകുഞ്ചാൻ നേരത്തെ പിതാക്കന്മാരുടെ കിണറ്റിൽ നിന്നാണ് കുടിച്ചുകൊണ്ടിരുന്നത്. പിതാക്കന്മാരുടെ കിണറ്റിൽ നിന്ന് ആത്മീയ പാനീയം കുടിച്ചപ്പോഴും അച്ഛൻകുഞ്ചാന്റെ മദ്യപാനത്തിന്റെ ത്വര, ആസക്തി മാറിയില്ല. എന്നാൽ
യേശു ക്രിസ്തു ആ കിണറിൽ ആ വെള്ളം, ജീവനുള്ള വെള്ളം കുടിച്ചപ്പോൾ പിന്നെ മദ്യപാനത്തിന് ദാഹിച്ചിട്ടില്ല. ഇപ്പം വർഷം എനിക്ക് തോന്നുന്നത് 13 തോന്നില്ലേ? 13 വർഷം കഴിഞ്ഞു. ഈ പിതാക്കന്മാരുടെ കിണറ്റിലെ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. നോക്കിക്കോ, മൊത്തം നോക്കിക്കോ. ഇതിനാൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ മാഞ്ഞു പോകണമെന്ന് ആത്മീയ ആഹാരവും ആത്മീയ പാനീയം കുടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടും തിരിച്ചറിഞ്ഞു വന്നാൽ വീണ്ടും ഈ വെള്ളം കുടിക്കാൻ വേണ്ടി യെശയ്യാപ്രവചനം 55 പറഞ്ഞിരിക്കുന്നത് അത് അപ്പമല്ലാത്തതിന് ദ്രവ്യവും വെള്ളമല്ലാത്തതിന്. ആ വാക്യം ഒന്ന് എടുക്കാമോ? ആ തൃപ്തി ഒന്നെടുത്ത് യെശയ്യാപ്രവചനം 55:1. വെള്ളത്തിന് വരുവിൻ, വന്നു വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്നു ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിച്ചു കൊള്ളുവിൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചിലവിടുന്നത് എന്തിന്? അച്ഛൻ ഞാൻ 1500-2000 രൂപ അതിന് മേളിൽ കിട്ടുന്നത് മുഴുവനും തൃപ്തി വരാത്ത വെള്ളത്തിന് വേണ്ടി ചെലവഴിച്ച മനുഷ്യനാണ്. എന്നാൽ ഇന്നോ ഒരു പാഴ്ചെലവുകളെ മാറ്റിത്തരും. ഇത് ഒരു കഥ കേൾക്കാനല്ല നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്, ഇത് ജീവിതത്തിൽ അനുഭവമാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. യേശു തരുന്ന കിണറിലെ വെള്ളം കുടിക്കുവാൻ പിതാക്കന്മാരുടെ കിണറ്റിലെ വെള്ളം കൂടി നിർത്തണം. കാരണം ആ വെള്ളം കുടിക്കുന്നതൊക്കെയും പിന്നെ 4 കാര്യങ്ങൾ കണ്ടല്ലോ. 1, യേശുവാകുന്ന ജീവജല ഉറവ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കുന്നത് നിർത്തണം. 2, യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ മകന്റെ ചെങ്കോൽ കൊണ്ട് കിണർ കുത്തണം. 3, യേശുവിന്റെ നാമത്തിൽ കിണറെ പൊങ്ങിവ എന്ന് ശത്രു നികത്തിയ ഓരോ കിണറും നമ്മൾ വീണ്ടും കുത്തിക്കൊണ്ട് പാടണം. 4, യേശു തരുന്ന കിണറിലെ വെള്ളം കുടിക്കുവാൻ പിതാക്കന്മാരുടെ കിണറിലെ വെള്ളം കൂടി നിർത്തണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം കിണറുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന 4 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ അവസാനം. ഒന്നാമതായി ദൈവം ചെയ്യുന്ന കാര്യം സംഖ്യാപുസ്തകം 21:16. സംഖ്യാപുസ്തകം 21:16. ദൈവം അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ഏതാണ്? യേശു ക്രിസ്തുവാകുന്ന ജീവനുള്ള കിണർ. ആ കിണറ്റിലെ വചനമാകുന്ന ജീവനുള്ള വെള്ളം കുടിക്കുവാൻ കടന്നു വന്ന ദൈവമക്കൾക്കാണ് സ്തോത്രം. ദൈവം അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. രണ്ടാമതായി ദൈവം ചെയ്യുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ആ 13-14 വാക്യങ്ങൾ. ഹാഗാർ പറയുകയാണ്, എന്നെ കാണുന്ന ദൈവത്തെ ഞാൻ ഇവിടെ കണ്ടുവോ, അതിന് ബേർലഹി രോയി എന്ന്. ദൈവം നമ്മളെ കാണുന്ന കിണർ തരും. ഇന്ന് നമ്മുടെ നടുവിൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നിങ്ങളുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൗഖ്യം വേണ്ടവർക്ക് അവൻ കരനീട്ടി സൗഖ്യം തന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എന്നെ നിങ്ങളെ കാണുന്നവനെ കാണുന്ന കിണർ ഇവിടെ തരും. ഹാഗാറിന്റെ ജീവിതത്തിൽ ഹാഗാർ പറയുന്ന സാക്ഷ്യമാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. എവിടെയും നമ്മളെ കാണുന്ന ഒരു കർത്താവ്. 2-3 പേര് യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ കടന്നു വന്ന് എന്നെ നിങ്ങളെ കാണുകയും അനുഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ കണ്ടാകുന്നു. കാണുന്നു ഞാൻ
വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. മൂന്നാമതായി ദൈവം ചെയ്യുന്ന കാര്യം സദൃശ്യവാക്യങ്ങൾ 5:15. സദൃശ്യവാക്യങ്ങൾ 5:15. ദൈവം നമുക്ക് സ്വന്തം കിണർ, ആത്മീയ കിണറാണ് കേട്ടോ. ദൈവം നമുക്ക് സ്വന്തം കിണർ, സ്വന്തം കൂട്ടായ്മ അല്ലേ? ഈ ക്രിസ്തുവിനോട് കൂടെ ദൈവം എന്ത് ചെയ്യും? സകലവും തരും. നാലാമതായി സഭാപ്രസംഗി 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. സഭാപ്രസംഗി 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകും. മായ സകലവും മായയത്രേ എന്ന് സഭാപ്രസംഗി പറയുന്നു. സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നത് കൂടാതെ അവൻ ജനത്തിന് അവിടെ തുടങ്ങിയ വാക്യം ചെയ്യാൻ വിട്ടുകളഞ്ഞല്ലോ. കിണറ്റിങ്കല് ചക്രം തകരും. വിട്ടുകളഞ്ഞാൽ 12:7 ഇയാളുടെ പുസ്തകത്തിലില്ലേ? സഭാപ്രസംഗി 12:7 6-ന്റെ അവസാനം. എന്നതിനകത്ത് 7-നകത്ത് കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. പോട്ടെ 6-ന്റെ അവസാനം. 7 ആവശ്യം കുഴപ്പമില്ല. അപ്പം അവിടെ പറഞ്ഞു കിണറ്റിക്കല് ചക്രം. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ? കിണറ്റിങ്കലെ ചക്രം തകരും. ഹാർട്ട് നിന്നുപോകും. നമ്മുടെ ജീവിതത്തിലെ ലാസ്റ്റ് ഭാഗമാണ്. ദൈവം നമുക്ക് നൽകിയ ആത്മാവ് ഇങ്ങനെയാണ് പൊടി ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അപ്പം കിണറ്റിങ്കലെ ചക്രം തകരും. അതിന് ദൈവം അനുവദിക്കും അല്ലേ? ഇപ്പം ഈ ജോറേട്ടൻ്റെ 40-ാം ദിവസമാണ് ഈ ശനിയാഴ്ച. അപ്പം 35 ദിവസം മുന്നേ നമ്മളോട് കൂടി ഉണ്ടായിരുന്ന ആളാണ്. പെട്ടെന്നാണ് കിണറ്റിങ്കിലെ ചക്രം തകർന്നത്. അപ്പം അതിന് ദൈവം അനുവദിക്കും. കാരണം നമുക്കൊരു ദിവസം പോകണല്ലോ. അപ്പം ദൈവം നൽകിയ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകാൻ കിണറ്റിങ്കിലെ ചക്രം തകരുവാൻ ദൈവം എന്ത് ചെയ്യും? സമ്മതിക്കും. ഇനി അതിൻ്റെ 12:1 മുതൽ 6 വരെ വേഗത്തിലൊന്ന് വായിച്ചാലോ? പെട്ടെന്ന് നിർത്താം. യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. വീട്ടുകാവൽക്കാർ ആരാണ്? കൈകളും കാലുകളും. അടുത്തത് ബലവാന്മാർ കുനിയും. നട്ടല് കുനിയാൻ തുടങ്ങും. അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ പല ഓരോന്നോരോന്നായിട്ട് പൊഴിഞ്ഞുകൊണ്ടിരിക്കും, തീർന്നുകൊണ്ടിരിക്കും. കിളിവാതിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. അത് മനസ്സിലായല്ലോ. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞ് കണ്ണാടിയൊക്കെ വെക്കാൻ തുടങ്ങും. പിന്നീട് കാഴ്ച, പിന്നെ തെരുവിലെ കഥ കടയും, ചെവിയുടെ കേൾവി കുറയും, അരയ്ക്കുന്ന ശബ്ദം അന്ധമാകും, സംസാരശക്തി പയ്യെ പയ്യെ ബലമില്ലാതാവും, പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും, പാട്ടുകാരികളൊക്കെ തളരുകയും ചെയ്യും. പാട്ടുകാരികൾ തളരും എന്ന് പറഞ്ഞാൽ നാവ് തളരാൻ തുടങ്ങും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും. കയറ്റത്തെ പേടിക്കും. കാരണം കയറ്റം കാണാൻ വലിയ പ്രയാസം. നടന്നു ചെല്ലുമ്പോൾ അണച്ചു പോകും. കയറ്റത്തെ പേടിക്കും. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ഭയം തോന്നും. ലതാവൃക്ഷം പൂക്കും. നരം ഉണ്ടാവും. തുള്ളൻ ഇഴഞ്ഞു നടക്കും. രക്തയോട്ടം കുറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ചൊറിയുന്ന പോലെയൊക്കെ തോന്നും. രോചനക്കുരു ഫലിക്കാതെ വരും എന്ന് പറഞ്ഞാൽ എല്ലാ മരുന്നും ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി നടക്കും. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും. വെള്ളിച്ചരട് സൂക്ഷ്മനാടി അറ്റുപോകും. പൊൻകിണ്ണം തകരും. തലച്ചോറ് തകരും. ഉറവെങ്കിലെ കൂടം കരള് പ്രവർത്തനരഹിതമാവും. കിണറ്റിങ്കിലെ ചക്രം ഹാർട്ട് പ്രവർത്തന ശേഷി ഇല്ലാതായിത്തീരും. ഇപ്പം നമ്മുടെ കണ്ടു എൻ്റെ 12:1 വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കണം.
സഭാപ്രസംഗി 12:1. നിന്റെ യൗവനകാലത്ത് ആ. നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഇഷ്ടമില്ലാത്തൊരു കാലം നിന്റെ ജീവിതത്തിലേക്ക് വരും. സൂര്യനും ചന്ദ്രനും ഇരുണ്ടും. ഇഷ്ടമില്ലാത്തൊരു കാലം വന്നിടും. സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകും. കാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും. കിളിവാതിലുള്ളവ അന്ധന്മാരാകും. മായാ സർവവും ഭൂമിയിൽ കാണുന്ന ഇവിടെല്ലാം കാണുന്നത് താൽക്കാലികമാണെങ്കിലും കാണാത്തത് നിത്യം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ക്രിസ്തുവും കിണറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനിടയായി. നമ്മുടെ മധ്യത്തിൽ ആ ജീവനുള്ള ഉറവ തരുന്ന ആ ക്രിസ്തുവാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വിലാപ്പുറത്ത് ഒഴുകിയതായ ആ രക്തവും വെള്ളവും, ആ കിണറ്റിലെ വെള്ളം, ഞാനും നിന്നും കർത്താവ് പറഞ്ഞു, ആ രക്തം കുടിക്കുന്നവനൊക്കെയും വീണ്ടും ജീവിക്കുമെന്ന്. നമുക്ക് ഇത്രയും സമയം കർത്താവിൻ്റെ ആ രക്തം കുടിക്കുവാൻ, ആ ആത്മീയ പാനീയം കുടിക്കുവാൻ കർത്താവ് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തീരുമാനം നമുക്ക് കർത്താവിനോട് പറയാം. കർത്താവേ, ഞങ്ങൾക്ക് ഈ കിണർ സ്വന്തമായി തന്നതിനാൽ സ്തോത്രം. അന്ത്യം വരെയും കർത്താവേ, ഞങ്ങളുടെ കിണറ്റിൽ പുതിയ ദുഷ്ടത ഒന്നും ഉണ്ടാകാതെ വണ്ണം ഈ ഉപദേശം കേൾക്കുവാൻ തക്കവണ്ണം ചെവിക്കും ഹൃദയത്തിനും പരിശോധനയുള്ളവരെ തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇപ്പോൾ കുഞ്ഞോളാൻ്റെ കടന്നു വന്ന് പ്രാർത്ഥിക്കും. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ ദിവാത്സല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ അബ്ബ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിന്റെ സന്ധ്യ കഴിഞ്ഞ സമയത്ത് കർത്താവേ, അങ്ങയുടെ പാദപീഠങ്ങളിലേക്ക് കടന്നു വന്ന് ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തു ഞങ്ങൾക്ക് തരുന്ന കിണറിനെ കുറിച്ചും പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും കൂട്ടി വരുത്തിയ വൻ കൃപകളെ ഓർത്ത് നന്ദിയോടെ അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. അനേക കിണറുകളെ കുറിച്ച് കർത്താവെ അവിടുത്തെ മണിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചല്ലോ. ഞങ്ങളുടെ ആത്മീക ജീവിതത്തിലെ കർത്താവെ, ഞങ്ങളിലുള്ള കുറവുകളെ കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം ഇന്ന് കൽപ്പിച്ച വചന പ്രകാരം അടിയങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശമരിയ സ്ത്രീ യേശുവിനോട് പറഞ്ഞല്ലോ, കിണർ ആഴമുള്ളതാണ്, നിനക്ക് കോരുവാൻ പാത്രവുമില്ല എന്നാൽ ആ യേശുവിന്റെ സംസാരം, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും ജീവനുള്ള വെള്ളം നിനക്ക് കുടിപ്പാൻ തരികയും ചെയ്യും എന്ന് പറഞ്ഞല്ലോ കർത്താവെ. ആ സംസാരം അടിയങ്ങളുടെയും ജീവിതത്തിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നാൽ കർത്താവെ, ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കേൾപ്പിച്ചല്ലോ. കിണർ വെട്ടിയ അവസ്ഥ, ദൈവത്തിന്റെ കാറ്റ് 4 ദിക്കുകളിൽ നിന്നും വന്ന് വീശിയിട്ട് കർത്താവെ, ഞങ്ങളുടെ കിണർ വറ്റി ഉണങ്ങിയ അവസ്ഥയെക്കുറിച്ച് ഇന്ന് കേൾക്കുവാൻ ഇടയായല്ലോ കർത്താവെ. ഞങ്ങളെല്ലാം ദുഷ്ടത നിറഞ്ഞിട്ട് കർത്താവെ, ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം പച്ചവെള്ളം കിണറ്റിൽ നിറഞ്ഞിട്ട് പിന്നെയും പുതിയ ദുഷ്ടത അവിടെ സംഭവിക്കുന്നുവെന്ന് കർത്താവെ തിരുവചനത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും കർത്താവെ, അത് അങ്ങേക്ക് പ്രസാദകരമായതായി തീരുവാൻ തക്കവണ്ണം ഇന്ന് കേൾപ്പിച്ച വചനപ്രകാരം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ദുഷ്ടന്റെ മുമ്പിൽ നീതിമാൻ കുലുങ്ങിയാൽ അവന്റെ കിണർ കലങ്ങിപ്പോകുമെന്ന് കേൾപ്പിച്ചല്ലോ കർത്താവെ. ഞങ്ങൾ ആരും ദുഷ്ടന്റെ മുമ്പിൽ ദുഷ്ടന്റെ മുമ്പിൽ ഞങ്ങൾ കർത്താവെ കുടുങ്ങിപ്പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തല്ലോ, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളെ കുഴിക്കുന്നുവെന്ന്. അതേ കർത്താവെ, അത് നിർത്തുവാൻ തക്കവണ്ണം
ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് കേൾപ്പിച്ച വചനപ്രകാരം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ. യേശു കർത്താവിന്റെ ചെങ്കോൽ കൊണ്ട് കിണർ കുഴിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമേ കർത്താവേ. ശത്രു മൂടിയിരിക്കുന്ന കിണറെ പൊങ്ങിവാ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ആ ചെങ്കോൽ കൊണ്ട് കിണർ കുഴിക്കുവാൻ ഞങ്ങൾക്ക് ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കപ്പ. ഇന്ന് കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങള് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ മാംസ പലകളിൽ അവിടുന്ന് എഴുതി തന്നല്ലോ. ദൈവം ഞങ്ങളെ കാണുമ്പോൾ ദൈവത്തിന്റെ കിണറ്റിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം കുടിപ്പാൻ തരുമെന്ന് ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ച വലിയ കൃപയ്ക്ക് നന്ദി കർത്താവേ. ഈ വചനം ഒന്നും ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കപ്പ. കിണറ്റിങ്കിലെ ചക്രം തകർന്നിട്ട് പൊടി പണ്ടായിരിക്കുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് ആകുവാൻ ദൈവം അനുവദിക്കുമെന്ന് അവിടുന്ന് കേൾപ്പിച്ചല്ലോ കർത്താവേ. എല്ലാ നല്ല ദാനങ്ങൾക്കും തികഞ്ഞ വരങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. വചനത്തിന്റെ ആഴത്തിൽ നിന്ന് മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ മുനിച്ചാനെ കർത്താവ് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്നിവിടെ വിതയ്ക്കപ്പെട്ട ഒരു വചനം പോലും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകാതെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കി ഇത് അനേകർക്ക് കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാപ്പ. ഇന്ന് പിതാക്കന്മാരുടെ കിണറ്റിൽ നിന്ന് കുടിച്ചിട്ട് ദാഹം തീരാത്തവരുണ്ട് കർത്താവേ. എന്നാൽ അത് നിർത്തിയിട്ട് യേശു ക്രിസ്തു ഞങ്ങൾക്ക് തരുന്ന കിണറ്റിൽ നിന്ന് ജീവനുള്ള വെള്ളം ക്രിസ്തുവിൽ നിന്ന് വാങ്ങി കുടിപ്പാൻ ആ മക്കൾക്കൊക്കെയും കർത്താവ് കൃപ കൊടുക്കണം. അതിനായി അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. സകലതോണിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയോടെ കെട്ടിത്തരമാറാകണമേ. ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം സ്വീകരിക്കപ്പെടണമേ. നിങ്ങളുടെ രാജ്യം വരണമേ. നിങ്ങളുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അടങ്ങുന്ന ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുത്, പിന്നെയോ ദുഷ്ടം പിടിവെക്കണമേ. എന്നുള്ള രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അടുത്തേക്കുള്ളതാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹം യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നമുക്ക് കരങ്ങൾ സ്തോത്രം ചെയ്യാം.